നമസ്തേ, ദ വീൽ ഓഫ് ഫോർച്യൂൺ 7/7 ടാരോട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ് അവർ നിങ്ങളെക്കുറിച്ചിട്ട്, ഈ റിലേഷനെ കുറിച്ചിട്ട് ചിന്തിക്കുന്നതെന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. റീഡിങ്സ് ജനറലാണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളെപ്പോൾ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ടാവും. ഓക്കെ, 3 of Swords, 9 of Wands, 9 of Swords, the High Priestess, Page of Wands, Nine of Cups, the Empress, Hanged Man, the Tower, Tree of Wands. Bottom of the deck, what is this? Knight of Pentacles. Knight of Pentacles in the energies ആണ് നമുക്ക് ഉള്ളത്. But don't worry. See, ഇന്ന് ഫുൾ മൂൺ ആണ് 14th. പിന്നെ നമുക്ക് വീനസ് റിട്രോഗ്രേഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. റിട്രോഗ്രേഡ് മീൻസ് വാട്ട്? സാധാരണ വീനസ് മെയിനായിട്ടും റിലേഷൻഷിപ്പ് ആയിട്ടുള്ള കാര്യങ്ങളെ ഡീൽ ചെയ്യുന്നതാണ്. ഇമോഷൻസ്, ലവ്, റിലേഷൻഷിപ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഡീൽ ചെയ്യുന്നതാണ് വീനസ് എന്നുള്ള പ്ലാനറ്റ്. അപ്പോൾ റിട്രോഗ്രേഡ് മീൻസ് വാട്ട്? തിരിച്ചു കറങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു ടൈമിൽ എന്തെങ്കിലും വഴക്കും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവാനായിട്ടും ബ്രേക്കപ്പ് സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പം അതുപോലെ തന്നെ അത് റിട്രോഗ്രേഡ് മീൻസ് ഏരീസ് റിട്രോഗ്രേഡ് ആണ്, പ്ലസ് അത് പൈസസ് റിട്രോഗ്രേഡും കൂടിയാണ്. ഓക്കെ, അപ്പം പൈസസ് ഒക്കെ വാട്ടർ സൈൻ ആണ്. അപ്പം നിങ്ങൾക്ക് ഒത്തിരി ആൻസൈറ്റിയും ഡിപ്രഷനും ഒക്കെ ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, സോ സെയിം തന്നെ നിങ്ങളുടെ വ്യക്തിക്കും ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. സോ നിങ്ങൾ പ്ലസ് മെർക്കുറിയുടെ എനർജി, മെർക്കുറി റിട്രോഗ്രേഡും കൂടി വരാൻ പോവുകയാണ്. അതായത് ഈ ഒരു മാർച്ച് 1 മുതൽ ഏപ്രിൽ 14 വരെ, അല്ലെങ്കിൽ ഏപ്രിൽ 12 വരെ ആണെന്ന് തോന്നുന്നു ഈ ഒരു റിട്രോഗ്രേഡിൻ്റെ എനർജീസ് വരുന്നുള്ളൂ. അപ്പോൾ അത്രയ്ക്കും ഷിഫ്റ്റുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ എനർജിയിൽ പോലും ഫീൽ ചെയ്യുന്നുണ്ടാവും. ചില സമയത്ത് നിങ്ങൾ ഭയങ്കര ആൻസൈറ്റിയിലായിരിക്കും. നിങ്ങൾക്ക് വിചാരിക്കും ലൈക്ക് എനിക്ക് ഒരു ജീവിതമേ വേണ്ട, ഞാനിത് അവസാനിപ്പിച്ച് പോവുകയാണെന്നുള്ളൊരു തോട്ട്സ് പോലും നിങ്ങൾക്ക് വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, ആ ഒരു എനർജീസാണ്, ഈ ഒരു ഭയങ്കര ഹെവി എനർജിയാണ് വരാൻ പോകുന്നത്. സോ നിങ്ങൾ എന്താ വേണ്ടത്? നിങ്ങൾ ഇന്നോക്സ് ചെയ്യുക, പ്രോപ്പറായിട്ട് മെഡിറ്റേഷൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, കൂടുതലായിട്ടും ഗോഡിൽ ഫോക്കസ് ചെയ്യുക. ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ റിലേഷൻഷിപ്പിൽ വരാൻ പോവുകയാണ്, നിങ്ങൾക്ക് മനസ്സിലായ പാർട്ട്ണർ എന്തെങ്കിലും വഴക്കും പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ പോവുകയാണെന്നുള്ളൊരു എനർജി നിൽക്കണം. പറ്റുവാണെങ്കിൽ നിങ്ങളൊന്ന് കാമാവുക. നിങ്ങളും കൂടി എടുത്ത് ചാടി, നിങ്ങൾക്ക് ഓൾറെഡി അറിയാമല്ലോ റിട്രോഗ്രേഡിൻ്റെ എനർജിയാണ്, അത് ഭയങ്കര ബാഡ് ലോ വൈബ്രേഷനിലായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളും പെട്ടെന്ന് നിങ്ങൾക്ക് ഫ്രസ്ട്രേറ്റഡ് ആവാനായിട്ടുള്ള ഒരു മെൻറ്റാലിറ്റി നിങ്ങൾക്കും ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം നമ്മൾ ഒരിക്കലും എടുത്ത് ചാടിയ ഒരു അഭിപ്രായങ്ങളും റിലേഷൻഷിപ്പിൽ പറയാനായിട്ട് നിൽക്കരുത്. കാരണം അത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവാനായിട്ടല്ല, ഒരു ബന്ധം തന്നെ ഇല്ലാണ്ടാവാനായിട്ടുള്ളൊരു ചാൻസസിലേക്ക് നയിക്കുന്നുണ്ടാവും. സോ അതാണ് ഒരു എനർജീസാണ് നമുക്ക് റിട്രോഗ്രേഡിൻ്റെ പറയാനുള്ളത്. വീനസ് നമ്മൾ പ്രോപ്പറായിട്ട് കറങ്ങുകയാണെന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. പക്ഷെ അത് റിട്രോഗ്രേഡ് ചെയ്യുന്ന ടൈമിൽ ഇപ്പോൾ എല്ലാം മൊത്തത്തിൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വെയിലായിരിക്കും വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവുക. നിങ്ങൾ ശ്രദ്ധിക്കുക. സോ ഒന്നിലും റഷ് ചെയ്ത് പോകാൻ പാടില്ല. ഒരു ഇമോഷൻസ് വരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന ആളുകൾ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അതൊക്കെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വളരെ നല്ലതായിരിക്കും ഒരു പക്ഷേ ഈ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾ എന്ത് പറഞ്ഞാലും അത് ശുദ്ധ മണ്ടത്തരായിട്ട് മാറും. അത് ഭയങ്കരമായിട്ട് ടോക്സിക് ആയിട്ടുള്ള വെയിലേക്ക് ആവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, ഈ ഒരു റീഡിങ്സിൽ ഇപ്പം നമ്മൾ റിട്രോഗ്രേഡിൻ്റെ കാര്യം പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റിട്രോഗ്രേഡിൻ്റെ എനർജീസ് എനിക്ക് ഈ ഒരു വീനസ് റിട്രോഗ്രേഡിൻ്റെ എനർജീസ് എനിക്ക് ഈ ഒരു കാർഡ്സിലെ റീഡിങ്സിൽ ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളോട് ഇപ്പോൾ ഈ ഒരു കാര്യങ്ങൾ, പൊതുവെ നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്യാറില്ല, കാരണം അത്രയും സ്പിരിച്വൽ ആയിട്ടുള്ള ആളുകൾ നമ്മുടെ ചാനലിലില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാറില്ല. ഇപ്പോൾ ഹീലിംഗ് സെക്ഷൻസൊക്കെ ഉള്ളായിരുന്നു, അതിന് പുറകെ പിന്നെ റീഡിങ്ങും കൂടിയൊക്കെ എടുത്തു. ഭയങ്കരമായിട്ടും എനർജി കഴിഞ്ഞു എൻ്റെ, ഇനി കിടന്നാൽ മതി. ഓക്കെ, നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. സയൻസ് നോക്കുവാണെന്നുണ്ടെങ്കിൽ
ജെമിനൈ, ലിബ്ര, അക്വേരിയസ് എനർജീസ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റിയിട്ടുള്ളത്, അതായത് എയർ സൈൻ. ദെൻ നമുക്കിവിടെ വന്നിട്ടുള്ളത് എരീസ്, ലിയോ, സജിറ്റേറിയസ്. എരീസ്, ലിയോ, സജിറ്റേറിയസ് വാട്ട് ഫയർ സൈൻ ആണ്. ദെൻ നമുക്കിവിടെ വന്നിട്ടുള്ള സൈൻസ് എന്ന് പറയുമ്പോൾ വാട്ടർ സൈൻ, ക്യാൻസർ, സ്കോപ്പിയോ, പൈസിസ് എനർജീസ്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ലിറ്റിൽ ബിറ്റ് എർത്ത് സൈനും ആക്റ്റീവാണ് കേട്ടോ. നമ്മൾ എനർജീസ് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രസൻ്റ്ലി ആളുടെ എനർജി ഭയങ്കര ലോ എനർജിയാണ്, ലോ വൈബ്രേഷനിലാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നുള്ളത്. ബിക്കോസ് ഇവിടെ ആ ഒരു പ്ലാനറ്റിൻ്റെ പ്ലാനറ്ററി പൊസിഷൻസ് ചേഞ്ച് ആയതിൻ്റെ ഒരു പ്രശ്നം നമുക്ക് ഈ റീഡിങ്സിൽ കാണാൻ പറ്റുന്നുണ്ട്. നല്ല രീതിക്ക് ഡൗൺ ആണ്, നല്ല രീതിക്ക് എന്ന് വെച്ചാൽ നല്ല രീതിക്ക് ഡൗൺ ആണ്. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നിങ്ങളുടെ വ്യക്തി ഭയങ്കര ഹാപ്പി, അവർ മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കുന്നുണ്ടാവും ഞാൻ ഹാപ്പി ആണെന്നൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും ഇൻസൈഡ് വളരെ ഡൗൺ ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളുടെയൊക്കെ കൂടെ ഒരു പാർട്ടിക്ക് പോയാലും അല്ല കുറേ ആളുകളുടെ കൂടെ നിന്നാലും കൂട്ടുകാരുടെ കൂടെയൊക്കെ കറങ്ങാനൊക്കെ പോയെന്ന് പറഞ്ഞാലും അവരുടെ അവസ്ഥ ഇതാണ്. ഈ ഒരു എനർജി കണ്ടോ, ഈ ഒരു എനർജിയിലാണ് ഈ ഒരു വ്യക്തി ഇവിടെ ഇരിക്കുന്നുള്ളത്. അപ്പം ഇങ്ങനെ ഒരു എനർജിയിൽ നിൽക്കുന്ന ഒരാളെന്ന് പറയുമ്പോൾ എന്താണ്, ഇങ്ങനെ ഒരു എനർജിയിൽ നിൽക്കുന്ന ഒരാളെന്ന് പറയുമ്പോഴേക്കും അവരുടെ ആ ഒരു വ്യക്തി ആ ഒരു വാൺസിനെ ഹോൾഡ് ചെയ്ത് പിടിച്ചിരിക്കുന്ന ആ ഒരു ഇതെന്ന് വെച്ചാൽ അവിടെ ഒരു ബൗണ്ടറിയാണ്. ഓഫ് കോഴ്സ് നിങ്ങളുടെ മുന്നിൽ ഒരു ബൗണ്ടറി ഒരു വ്യക്തി കീപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, എങ്കിൽ പോലും ഈ ഒരു വ്യക്തി നിങ്ങളെ ഹോൾഡ് ചെയ്ത് തന്നെയാണ് നിൽക്കുന്നത്, നിങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു തോട്ട്സിലാണ് നിൽക്കുന്നത്. ഇവിടെ ഈ ഒരു വ്യക്തി ഇവിടെ ബൗണ്ടറി ക്രിയേറ്റ് ചെയ്തേക്കാണ്, പക്ഷെ എന്നാലും ആ വാൺസിനെ ഹോൾഡ് ചെയ്തേക്കാണ്. അതായത് എത്രയൊക്കെ ആളുകളുടെ കൂടെ ഈ ഒരു വ്യക്തി നിൽക്കുന്നുണ്ടെങ്കിലും എവിടെയൊക്കെയാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജോലി ചെയ്യുന്നിടത്താവാം, അല്ലെങ്കിൽ ഇവരുടെ കൂട്ടുകാരുടെ കൂടെ എന്ത് വെളിയിൽ എന്ത് പ്രോഗ്രാംസ് ചെയ്തോ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ ആളുടെ മൈൻഡ് ഫുള്ളും അവിടെ ഇല്ല, മൈൻഡ് അവിടെ ഇല്ല എന്നുള്ളൊരവസ്ഥയാണ്. എന്തൊക്കെ ചെയ്തിട്ടും ആളെ ഹാപ്പി ആയിട്ട് വെക്കാനായിട്ട് പറ്റുന്നില്ല, ആൾക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാനായിട്ട് പറ്റുന്നില്ല. ഡസൻ മാറ്റർ മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും ജനറലൈസ് റീഡിംഗ് ആണെന്നറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ മെയിലിൻ്റെയോ ഫീമെയിലിൻ്റെയോ എടുത്ത് ഞാൻ പറയുന്നില്ല. അങ്ങനെ പറയുമ്പോൾ വീഡിയോസ് ലോങ് ആയിപ്പോൾ എനിക്ക് പറയാനും കംഫോർട്ട് ഒരു മെയിൽ എന്നുള്ള രീതിക്കാണ്. നിങ്ങളുടെ അക്കോർഡിംഗ് സിറ്റുവേഷൻസിൽ അതിനെ എടുക്കുക കേട്ടോ. അപ്പം അങ്ങനത്തെ ഒരു എനർജീസാണ് എനിക്കിവിടെ ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇപ്പം ഈ ഒരു വ്യക്തിയാണെങ്കിലും വെളിയിലൊക്കെ പോയിട്ട് വന്നാൽ അല്ലെങ്കിൽ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നെന്ന് പറഞ്ഞാലും ഭയങ്കരമായിട്ട് ടയേർഡായിട്ട് അതുപോലെ തന്നെ പോയി കിടക്കുന്നുണ്ടാവും. മനസ്സിലായോ, എപ്പോഴും അങ്ങ് കിടക്കുമായിരിക്കും. അപ്പം പൊതുവേ ഈ ഒരു വ്യക്തിക്ക് അങ്ങനത്തെ ഒരു ശീലം ഉണ്ടായിരിക്കില്ല. പക്ഷേ ഇപ്പം ഈ ഒരു എനർജി ആളുടെ ആ ഒരു ലോ എനർജി ആയതുകൊണ്ട് തന്നെ ആൾ ഭയങ്കരമായിട്ട് കിടക്കുന്നുണ്ടാവും. പക്ഷെ രാത്രിയിലാണെങ്കിലും ഈ ഒരു വ്യക്തിക്ക് കിടന്നുറങ്ങിയാൽ ഉറക്കവും വരുന്നുണ്ടാവില്ല. ഒരു ടൈം ആകുമ്പോഴേക്കും ഈ ഒരു വ്യക്തി പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുക, അല്ലെങ്കിൽ മൊത്തത്തിലൊരു മാനസികാവസ്ഥ ശരിയല്ലാത്തൊരു എനർജിയിൽ നിൽക്കുക. അങ്ങനത്തെ ഒരു എനർജീസാണ് എനിക്ക് ഈ ഒരു വ്യക്തിയുടെ ഇവിടെ ഫീൽ ചെയ്യുന്നുള്ളത്. ശരിക്കും ഒന്ന് ഉറങ്ങാൻ പോലും ഈ ഒരു വ്യക്തിക്ക് പറ്റുന്നുണ്ടാവില്ല. സെയിം എനർജി തന്നെയായിരിക്കും നിങ്ങൾക്കും സംഭവിക്കുന്നുള്ളത്. നിങ്ങൾക്കും ഈ ഒരു സെയിം കാര്യങ്ങൾ ട്രിഗർ ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ മിറർ ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, സോ ഒരു ടവർ മൂവ്മെൻറ്റിൻ്റെ കാർഡാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇതൊരു ടവറാണ്, മനസ്സിലായോ, നിങ്ങളുടെ റിലേഷനിൽ ഒരു ടവർ മൂവ്മെൻറ്റ് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടവർ മൂവ്മെൻറ്റ് വന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും വലിയൊരു പ്രശ്നങ്ങൾ, ഇത്രയും ഒരു ഇമോഷണൽ ലോ എനർജി, ഇമോഷണൽ ബ്ലോക്കേജസ് നമുക്കിവിടെ വന്നതായിട്ട് എനിക്കിവിടെ കാണാൻ പറ്റുന്നുള്ളത്. ഓക്കെ, സോ ഇവിടെ ഓഫ് കോഴ്സ് ഇവിടെ നമുക്ക് സ്ട്രോങ് ബൗണ്ടറി ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ മുന്നിൽ ഈ ഒരു വ്യക്തി വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് കാണാനേ പറ്റുന്നുണ്ട്. കാരണം നല്ല സ്ട്രോങ് ബൗണ്ടറി ഉണ്ട്. ബൗണ്ടറി മീൻസ് ഒരിക്കലും ആ ഒരു ബൗണ്ടറി ക്രോസ് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ആ ഒരു ബൗണ്ടറിയുടെ അകത്തിരിക്കുമ്പോഴും ആൾക്ക് നിങ്ങളെന്നുള്ളൊരു നിങ്ങളെക്കുറിച്ചിട്ടുള്ളൊരു ചിന്തയുണ്ട്. ആൾക്ക് നിങ്ങളൊരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്, എന്നാൽ പോലും ആൾ അവിടെ ഒരു ബൗണ്ടറിയിലാണ് നിൽക്കുന്നുള്ളത്. ഇവർ ചിന്തിക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഈ ഒരു റിലേഷൻഷിപ്പിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഈ ഒരു റിലേഷനിൽ ഇപ്പം നിങ്ങൾ എന്ത് ചെയ്യുമായിരിക്കും, ഞാൻ മാത്രമായിരിക്കും ഈ റിലേഷനിൽ ഹാങ് ഓൺ ചെയ്ത് നിൽക്കുന്നുള്ളത്, നിങ്ങൾ ഒരിക്കലും ഈ റിലേഷനിൽ ഹാങ് ആയിട്ടില്ല, ഈ ഒരു വ്യക്തി ഒത്തിരി ഹേർട്ടായി എന്നുള്ള രീതിക്ക് ഇവരെ തന്നെ വിക്ടിം റോളിൽ പ്ലേ ചെയ്ത് നിൽക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഈ ഒരു വ്യക്തി ഉപേക്ഷിച്ച് പോയി എന്നുള്ളൊരു തോട്ട്സിലും മെൻറ്റാലിറ്റിയിലാണ് ഈ ഒരു വ്യക്തി നിൽക്കുന്നുള്ളത്. കാരണം ഏതൊരു മനുഷ്യനും തെറ്റ് ചെയ്തിട്ടുള്ളവരൊന്നും അംഗീകരിക്കുന്നുണ്ടാവില്ല. അപ്പം എന്ന് പറഞ്ഞാൽ ഇവരുടേതായിട്ടുള്ള പോയിന്റിനെ എന്താ പറയുക ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന ഒരു എനർജീസാണ് എനിക്ക് ഈ ഒരു വ്യക്തിയുടെ എനിക്കിവിടെ കാണാൻ പറ്റുന്നുള്ളത്. ഓക്കെ, ഇവർ നിങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് നിങ്ങൾ ഭയങ്കരമായിട്ട് നല്ലൊരു സ്വഭാവമാണ്, ചില സമയത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്വഭാവം എന്താണ്, നിങ്ങൾ എന്താണ് കാണിക്കുന്നത്, എന്താണ് പറയുന്നതെന്ന് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയത്തില്ല എന്നുള്ളൊരു എനർജിയാണ് ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷേ ഈ ഒരു വ്യക്തി അങ്ങനെയാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. ചില സമയത്ത് നിങ്ങൾ നല്ലതാകും, ചില സമയത്ത് നിങ്ങളുടെ ക്യാരക്ടർ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലിറ്ററലി ഈ ഒരു റിലേഷൻ തന്നെ വേണ്ടാന്ന് വെച്ച് പോകേണ്ട ഒരു എനർജി, അങ്ങനത്തെ ഒരു തോട്ട്സ് പോലും ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ വരാറുണ്ട്. അതിന് മെയിൻ റീസൺ എന്ന് വെച്ചാൽ നിങ്ങളൊരു പക്ഷേ അങ്ങനെ ടോക്സിക് ആയിരിക്കില്ല, പക്ഷേ ഈ ഒരു വ്യക്തി നിങ്ങളോട് ബിഹേവ് ചെയ്യുന്ന രീതി അല്ലെങ്കിൽ നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന രീതി വെച്ചിട്ട് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് അതായത്
മെൻ്റൽ ആയിട്ടുള്ളൊരു മെൻ്റൽ കോൺഫ്ലിക്റ്റ് നിങ്ങൾക്ക് വരുന്ന സമയത്തായിരിക്കും നിങ്ങൾ ഹൈപ്രീസിനെ പോലുള്ള ഒരു എനർജിയിലേക്ക് ആവുന്നുള്ളത്. മനസ്സിലായോ? അപ്പം ഈ ഒരു കാര്യം, ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കും, നിങ്ങൾ ഭയങ്കര മിസ്റ്റീരിയസ് ആണ്, ശരിക്കും നിങ്ങളുടെ ക്യാരക്ടർ എന്താണെന്ന് പോലും ഈ ഒരു വ്യക്തിക്ക് അറിയുന്നില്ല. മനസ്സിലായോ? അങ്ങനത്തെ ഒരു എനർജിയാണ് ഈ ഒരു വ്യക്തിയുടെ നമുക്ക് കാണാൻ പറ്റുന്നത്. നിങ്ങൾ വളരെ സീക്രട്ടീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ ഈ ഒരു വ്യക്തിയുടെ അടുത്ത് മറച്ചു വെക്കുന്നുണ്ട്. ഞാൻ ഇനി അങ്ങോട്ടേക്ക് പോയാൽ ഞാൻ ഹേർട്ടാവും, അങ്ങനെയൊക്കെയുള്ള ഒരു എനർജിയിലാണ് ഈ ഒരു വ്യക്തി ഇവിടെ നിൽക്കുന്നുള്ളത്. Why here is 3 of Swords divine? Please clarify this card 3 of Swords. Why here is 3 of Swords? See, ഈ ഒരു വ്യക്തി നല്ല രീതിക്ക് സ്ട്രെസ്ഡ് ആയിട്ടുള്ളൊരു എനർജി എനിക്കിവിടെ കാണാം. നല്ല രീതിക്ക് സ്ട്രെസ്സാണ്, ശരിക്കും ഒറ്റപ്പെട്ട പോലത്തെ ഒരു എനർജിയിലാണ് ഈ ഒരു വ്യക്തി ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഒരു 3 ഓഫ് സോഴ്സ് പ്ലസ് ഈ ഒരു സ്ട്രെസ്സിൻ്റെ കാർഡ് വന്നിട്ടുള്ളത്. ഇവരെന്തൊക്കെയോ ആലോചിച്ചിരിക്കുന്ന ഒരു എനർജീസാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. അറ്റ് ദ സെയിം ടൈം ഇവിടെ ഒരു സ്പിരിച്വൽ അവേക്കനിങ് ഫേസസ് കൂടി വരുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ വർത്ത്, നിങ്ങളുടെ വാല്യൂ മനസ്സിലാവുന്നതായിട്ട് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിക്ക് ഇവരുടെ തേർഡ് ഐ ചക്രയിലെ ഈ തേർഡ് ഐ ചക്ര ഈ ഒരു വ്യക്തിയുടെ ആക്ടിവേറ്റ് ആവുന്ന ഒരു എനർജീസും എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇവരുടെ ഇൻറ്റ്യൂഷൻ ഈ ഒരു ടൈമിൽ വളരെയധികം സ്ട്രോങ് ആയിട്ടിരിക്കുകയാണ്. ഒരു പക്ഷേ ഈ റിലേഷനിലാണെങ്കിലും ഈ ഒരു ടൈമിലൂടെ ഒരു ടവർ മൂവ്മെൻറ്റ് വന്നത് ഇവരുടെ തേർഡ് ഐ ചക്ര ആക്ടിവേറ്റ് ആവാനായിരിക്കും, അല്ലെങ്കിൽ തേർഡ് ഐ ഇവരുടെ ഇന്നർ വോയിസിനെ ഇവർ ലിസൺ ചെയ്യുന്നൊരു ടൈമാണ്. അതായത് നമ്മൾ ഏതൊരു സിറ്റുവേഷൻസിൽ എന്താ പറയുക, നമുക്കൊരെത്തും പിടിയും കിട്ടാത്തപ്പോൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഇന്നർ വോയിസിന് ലിസൺ ചെയ്യുന്നുണ്ടാകും. സോ ആ ഒരു എനർജീസാണ് എനിക്ക് ഒരു വ്യക്തിയുടെ ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഒരു ഇന്നർ വോയിസിന് ലിസൺ ചെയ്യുകയാണ്. വൈ ഹിയർ ഈസ് 9 ഓഫ് വാൻസ് ഡിവൈൻ. 9 ഓഫ് വാൻസ് മീൻസ് ഇവർക്ക് ഈ ഒരു റിലേഷനിൽ ഒരു സക്സസ് വേണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. അതായത് നിങ്ങളുമായിട്ട് കണക്റ്റ് ആവണം എന്ന് ഈ ഒരു വ്യക്തിക്ക് നല്ല ആഗ്രഹമുണ്ട്. പക്ഷേങ്കിൽ ഇവർക്കത് പറ്റുന്നില്ല. ഇവർക്ക് അതിനെന്തൊക്കെയോ ബാരിയേഴ്സ് ഉള്ളതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ട്രോമ ആയിരിക്കും, അല്ലെങ്കിൽ പാസ്റ്റിൽ എന്തെങ്കിലും ട്രോമാസ് ഈ ഒരു വ്യക്തിക്ക് ഉണ്ടാവാം, അല്ലെങ്കിൽ ഇവരായിട്ട് തന്നെ ഓരോ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ മദർ ഇഷ്യൂസ് ആയിരിക്കാം, അല്ലെങ്കിൽ വൈഫ് ഇഷ്യൂസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ലേഡി നിങ്ങളുടെ ഈ ഒരു റിലേഷനിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാവും, അവരുടെ ട്രോമാസ് ആയിരിക്കാം, അല്ലെങ്കിൽ അവരെ ഫിയർ ഉള്ളത് കൊണ്ടായിരിക്കാം ഈ റിലേഷനിൽ ഒരു സക്സസ് ചെയ്ത്. എന്തായാലും ഒരു ഗൈഡൻസ് ഞാൻ നിങ്ങൾക്ക് തരാം സ്ട്രോങ് ആയിട്ട്. നിങ്ങളുടെ റിലേഷനിൽ തേർഡ് പാർട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ട്വിൻ ഫ്ലെയിം ജേണി ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ മസ്റ്റായിട്ടും ഈ റീഡിങ്സിൽ നിങ്ങൾ തേർഡ് പാർട്ടിനെ കൂടുതലായിട്ടും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക, അവർക്ക് കൂടുതൽ എനർജീസ് കൊടുക്കാതിരിക്കുക. കാരണം തേർഡ് പാർട്ടി ആയിട്ടുള്ള റിലേഷൻ അത്ര സ്ട്രോങ് ആയിട്ടുള്ള റിലേഷനല്ല. നിങ്ങൾ എന്താണോ കാണിക്കുന്നത് അതാണ് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം മിറർ ചെയ്ത് കാണിക്കുന്നുള്ളത്. എന്നിട്ട് നിങ്ങൾ ലാസ്റ്റ് അതിൻ്റെ പേരിൽ കരഞ്ഞിരുന്നിട്ട് കാര്യമില്ല. സോ നിങ്ങൾ മിററിങ് നല്ല രീതിക്ക് നിങ്ങളും ആ ഒരു വ്യക്തിയായിട്ടൊരു മിററിങ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടേതായിട്ടുള്ള അതായത് നിങ്ങൾ തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ തേർഡ് പാർട്ടിക്ക് വലിയ എനർജി കൊടുക്കാതെ നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിന് നിങ്ങളോടൊരു സ്നേഹം കൂടുന്നുണ്ടാവും. ഓക്കെ, ഇവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇടയിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചിന്തിച്ച് അതിനെ ഇങ്ങനെ നോക്കിക്കാണാനായിട്ട് ശ്രമിക്കുകയാണ്. അതായത് ഒരു റീബർത്ത് വേണമെന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ഇടയിൽ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യങ്ങൾ അതൊന്നും കൂടി റിവൈൻഡ് ചെയ്ത് നോക്കുകയാണ്. എന്താണ് എക്സാക്റ്റ് സംഭവിച്ചത്, എന്താണ് ആരുടെ ഭാഗത്താണ് ശരിക്കും തെറ്റ്, എന്തുകൊണ്ടാണ് ഈ ഒരു ടവർ മൂവ്മെൻറ്റ് ഇവിടെ ക്രിയേറ്റ് ആയത് എന്നൊക്കെ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു വ്യക്തി ഒത്തിരി അധികം ഇവർ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റിലേഷനെ ഈ ഒരു ടൈമിൽ ലെറ്റ് ഗോ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നിങ്ങളെന്നുള്ളൊരു വ്യക്തി ഇവരുടെ അടുത്ത് മാനിപ്പുലേറ്റ് ചെയ്യുകയാണ്, നിങ്ങൾ ഇവരുടെ അടുത്ത് മൈൻഡ് ഗെയിംസ് കളിക്കുകയാണ്. ശരിക്കും നിങ്ങളുടെ ഒരു ക്യാരക്ടർ ചില സമയത്ത് നല്ലതാണ്, ചില സമയത്ത് നിങ്ങൾ ഒരു സ്നേഹവും ഇല്ലാത്ത രീതിയിൽ നിങ്ങൾ അൺവാണ്ടഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരു എനർജിയിൽ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത് നിങ്ങൾ ഇമോഷണലി സ്റ്റേബിൾ അല്ല. അപ്പോൾ അങ്ങനെ ആവുന്ന ഒരു എനർജിയിൽ ഇവരുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് ലെറ്റ് ഗോ ചെയ്ത് കളയുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഇനിയും ഇവരുടെ ഇമോഷൻസും ഫീലിങ്സും വെച്ച് കളിക്കും, നിങ്ങൾ ഇനിയും ഇവിടെ ഈ ഒരു വ്യക്തിനെ എന്താ പറയുക പറ്റിക്കും എന്നുള്ള രീതിക്കുള്ളൊരു തോട്ട്സാണ് ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ചിട്ട് ഈ ഒരു ടൈമിൽ ചിന്തിക്കുന്നുള്ളത്. നിങ്ങൾ വളരെയധികം ടോക്സിക് ആണെന്നാണ് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുള്ളത്. ലൈക്ക് വളരെ ടോക്സിസിറ്റിയാണ് നിങ്ങളുടെ ഉള്ളിൽ, മൊത്തം ടോക്സിസിറ്റിയാണ്. എന്നിട്ട് നിങ്ങൾ ചിരിച്ച് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ലൈക്ക് ദിസ് കണ്ടില്ലേ, ഈ ഒരു വ്യക്തിയുടെ ഉള്ളിൽ ടോക്സിസിറ്റിയാണ് മൊത്തം ഉള്ളത്, പക്ഷേ ഇയാൾ ചിരിച്ചുകൊണ്ടായിരിക്കുന്നത് കണ്ടില്ലേ എന്ന് പറഞ്ഞ പോലെയാണ് നിങ്ങളെന്നാണ് ഇവർ പറയുന്നത്. നിങ്ങളുടെ ഉള്ളിൽ മൊത്തം വിഷമാണ്, എന്നാലും നിങ്ങൾ പോസിറ്റീവായിട്ട് നിങ്ങൾ ഇവരുടെ മുന്നിൽ നിങ്ങൾ നല്ലതാണ് എന്നുള്ള രീതിക്ക് നിങ്ങൾ എല്ലാം അഭിനയിക്കുകയാണെന്നാണ് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുള്ളത്. ഓക്കെ, സോ എന്നെ ബ്ലെയിം ചെയ്യേണ്ട, കാഴ്ചയിൽ ഇതാണ് പറയുന്നുള്ളത്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ നിങ്ങളല്ലായിരിക്കാം ഒരു പക്ഷേ ഇയാളുടെ ചിന്ത അങ്ങനെയാണ് നിങ്ങളെക്കുറിച്ചിട്ട് കേട്ടോ. സോ ഇവിടെ ക്ലിങ്ങിങ് ടു ദ പാസ്റ്റിൻ്റെ എനർജീസ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. സോ ഈ ഒരു എനർജീസ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുള്ളത്. ഇവർക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ, നിങ്ങളുടെ ഇടയിൽ പാസ്റ്റിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ അതൊരു പക്ഷേ ഈ ഒരു വ്യക്തി പിടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം. അപ്പം ഈ ഒരു കാര്യം ഒരു വ്യക്തിയെ നന്നായിട്ട് ഹേർട്ട് ചെയ്തിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷനിലാണെങ്കിലും ഒരു സ്റ്റെപ്പ് മുന്നോട്ടേക്ക് വെക്കാനായിട്ട്
ഭയങ്കരമായിട്ടും അത് ഞാൻ ഓൾറെഡി പറഞ്ഞില്ല, നിങ്ങൾ ടോക്സിക് ആണെന്ന് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഇത് പാസ്റ്റിൽ നിങ്ങൾ ടോക്സിക് ആയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ബിഹേവിയർ വളരെ ടോക്സിക്, ഇവരോടുള്ള ഒരു അഡിക്ഷൻ കാരണം കൊണ്ട് ഒരു ടോക്സിക് പേയിലാണെന്ന് ഇവർക്ക് തോന്നുന്നുണ്ടാവും. നിങ്ങൾക്ക് ഇവരോട് സ്നേഹമില്ല, നിങ്ങൾ ഇവരെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യണമെന്നൊക്കെ ഉള്ളൊരു തോട്ട്സ് ഇവർക്ക് വന്നിട്ടുണ്ടാവാം. സോ അങ്ങനെ എക്സിസ്റ്റൻസ് ആൻഡ് ബോട്ടം ഓഫ് ദി ടെക് ഇല്യൂഷൻ. ഈ ഒരു വ്യക്തി ശരിക്കും പറഞ്ഞാൽ ഒരു ഇല്യൂഷനിലാണ് ഈ ഒരു ടൈമിലുള്ളത്. ശരിക്കും ഒരു സ്പിരിച്വൽ അവേക്കനിങ് ഫേസും കൂടിയാണ് ഈ ഒരു വ്യക്തിക്ക് നടന്നിരിക്കുന്നതെന്നാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇപ്പോൾ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു സെപ്പറേഷൻ ഫേസിൽ ഈ ഒരു വ്യക്തിയെ യൂണിവേഴ്സ് ഇത്രയധികം ഗൈഡ് ചെയ്യുന്നുണ്ട്, സിങ്ക്രോണിസിറ്റീസിലൂടെ അല്ലെങ്കിൽ ഇന്നർ വോയിസിലൂടെ, ഓരോരുത്തരുടെ ഗൈഡൻസിലൂടെയൊക്കെ ഈ ഒരു വ്യക്തിയെ ഗൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇന്നർ വോയിസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, അത് മെയിനായിട്ടും ഈ സ്പിരിച്വൽ അവേക്കനിങ് ഫേസ്, എക്സിസ്റ്റൻസിൻ്റെ കാർഡ് എപ്പോഴും സ്പിരിച്വൽ അവേക്കനിങ്ങിനെയാണ് കാണിക്കുന്നത്. ശരിക്കും ഈ ഒരു ഫേസിലൂടെ അവർക്ക് സ്പിരിച്വൽ അവേക്കനിങ് സ്റ്റേജസ് നടക്കാനായിട്ട് പോകുന്നു എന്നുള്ളതാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. ഇവർ ചിന്തിക്കുന്ന ഒരു കാര്യമാണെങ്കിലും ശരി, ഈ ഒരു ടൈമിൽ ഇവർ ചിന്തിക്കുന്നത് ലൈക്ക് എന്തൊക്കെ ഈ റിലേഷനിൽ, അല്ലെങ്കിൽ നമ്മൾ ചില ആളുകളൊക്കെ ഉണ്ടല്ലോ, എല്ലാം ഒരു ടൈമിലാവുമ്പോഴേക്കും ഒരു സ്പിരിച്വൽ ഫേസിലേക്ക് വരുന്ന ടൈമിൽ ചിന്തിക്കുന്നുണ്ടാവും എല്ലാം മായയാണ്, എല്ലാം മായ എന്ന് പറഞ്ഞാൽ ഈ ഒരു വ്യക്തിയും ചിന്തിക്കുന്നുണ്ട് ലൈക്ക് എല്ലാം ഒരു മായയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫിൽ ഇതൊന്നും അല്ല ശരിക്കും ട്രൂ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. ലൈഫിൽ എപ്പോഴും നമുക്ക് നമ്മളെ ഉണ്ടാവത്തുള്ളൂ, നമ്മൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ, നമ്മൾ ഹേർട്ട് ആവാതിരിക്കാൻ നമ്മൾ നോക്കണം എന്നുള്ള രീതിക്ക് ഈ ഒരു വ്യക്തി സെൽഫ് ലവ് ഒക്കെ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നുള്ളത്. അപ്പോൾ സെൽഫ് ലവ് അല്ലേ എപ്പോഴും സ്പിരിച്വൽ അവേക്കനിങ് ഫേസ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് അറിയാമല്ലോ അത്. സോ ഇവിടെ ഈ ഒരു കാർഡ് വന്നിരിക്കുന്നത് മൈൻഡിൻ്റെ കാർഡാണ്. ഈ ഒരു വ്യക്തി ഒത്തിരിയധികം ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്. ശരിക്കും ഇവരെ ഹാപ്പി ആയിട്ട് വെക്കാനാണ്, ഞാൻ പറഞ്ഞില്ല ലോ വൈബ്രേഷനാണ്, ഇവർ ഹാപ്പി ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് മാക്സിമം, പക്ഷെ ഇവർക്കത് പറ്റുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അറ്റ് ദ സെയിം ടൈമിൽ ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് 2 times ന്യൂ വിഷൻ്റെ കാർഡിൻ്റെ നേരെ അണ്ടറിൽ വന്നിട്ടുള്ളത് ഇന്നോസെൻസിൻ്റെ കാർഡാണ്. ന്യൂ വിഷൻസ് വാട്ട്? ന്യൂ വിഷൻ മീൻസ് നിങ്ങളെക്കുറിച്ച് ഈ റിലേഷനെ കുറിച്ചിട്ട് ഷിഫ്റ്റ് ചെയ്ത് ചിന്തിച്ച് നോക്കുക, വേറൊരു കോണിലൂടെ ചിന്തിച്ച് നോക്കുക. ഒരു ടൈമിൽ ഇവർക്ക് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ഒരു സൈഡ് നിങ്ങൾ ടോക്സിക്കും, മറു സൈഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വളരെ ഇന്നോസെൻറ്റും ആണെന്നാണ് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുള്ളത്. അപ്പം എല്ലാം കൂടി ആയിട്ട് ഈ ഒരു വ്യക്തിക്ക് വല്ലാണ്ട് കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു എനർജീസാണ് ഈ ഒരു വ്യക്തിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുള്ളത്. ഓക്കെ, സോ ഇവിടെ ഗൈഡൻസിൻ്റെ എനർജീസ് വന്നിട്ടുണ്ട്. ഈ ഒരു വ്യക്തി ഒരു ടൈമിൽ വിശ്വസിക്കുന്ന ഒരു കാര്യം, ലൈക്ക് ആരെങ്കിലും എന്നെ ഒന്ന് ഗൈഡ് ചെയ്തിരുന്നെങ്കിൽ കൊള്ളായിരുന്നു ഒരു റിലേഷനിൽ, ശരിക്കും ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കാതെ ഒന്നെങ്കിൽ ഇതിൽ നിൽക്കണം അല്ലെങ്കിൽ മൂവ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യണം, അതിന് വേണ്ടിയിട്ട് ആരെങ്കിലും ഒരു ഗൈഡൻസിന് വേണ്ടിയിട്ട് വന്നിരുന്നെങ്കിൽ കൊള്ളായിരുന്നു ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പാണ് ഈ ഒരു റിലേഷൻ എന്ന് പറയുന്നത്. വി ആർ ദി വേൾഡിൻ്റെ കാർഡാണ് ഇവിടെ വന്നിട്ടുള്ളത്. ബോട്ടംസിൽ നമുക്ക് റെസിപ്റ്റിവിറ്റിയുടെ കാർഡ്സും 3 of Wands കാർഡ്സും ആണ്. ശരിക്കും ഇവർ നിങ്ങളെ കാണാൻ വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ഒരു പക്ഷേ അല്ലെങ്കിൽ ഇവരുടെ മൈൻഡിലുണ്ടാവും നിങ്ങളെ കാണണമെന്നും നിങ്ങളോട് സംസാരിക്കണമെന്നും. ശരിക്കും എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഇവർ ചിന്തിക്കുന്ന ഒരു കാര്യം, ഈ റിലേഷൻ ഇപ്പോൾ ലോങ് ഡിസ്റ്റൻസ് ആണെങ്കിലും നിങ്ങളുമായിട്ട് ഇത്രയൊക്കെ ഫിസിക്കൽ ഡിസ്റ്റൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ, എത്രയൊക്കെ ഡിസ്റ്റൻസ് ഇടാൻ ശ്രമിച്ചെന്ന് പറഞ്ഞാലും ഈ ഒരു വ്യക്തിക്ക് ഇതിൽ നിന്ന് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു റിയലൈസേഷൻ ഉണ്ട്. ബിക്കോസ് ഇത് 10 of Cups ആണ്. വി ആർ ദി വേൾഡ്. വി ആർ ദി വേൾഡ് മീൻസ് വി ആർ ദി വേൾഡ് മീൻസ് ഒരു കംപ്ലീഷൻ. ഈ ഒരു വ്യക്തിക്ക് ഒരു കംപ്ലീഷൻ ഫീൽ ചെയ്യുന്ന എപ്പോഴും നിങ്ങൾ കൂടെയുള്ള ടൈമിലാണ്. അതുകൊണ്ട് തന്നെ അതിനെ ഒരിക്കലും ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുമായിട്ടുള്ള ഒരു സോൾ കണക്ഷനെ ഡിനേ ചെയ്യാനായിട്ടോ അത് കണ്ടില്ലെന്ന് നടിക്കാനായിട്ടോ ഈ ഒരു വ്യക്തിക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നുള്ളത്. ഓക്കെ, സോ ഒരു എനർജീസും എനിക്ക് ഈ ഒരു വ്യക്തിയുടെ പറയാനുണ്ട് നിങ്ങളുടെ പേഴ്സൻ്റെ. നമുക്ക് കുറച്ച് കാർഡ്സുകൾ ക്ലൂസ് പോലെ നോക്കാം. നമ്മൾ നോക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല, ഇനിയിപ്പോൾ കുറച്ച് ലോങ് റീഡിങ്സ് എടുക്കാമെന്ന് വിചാരിച്ചു. പാസ്റ്റ് ലൈഫ് കണക്ഷൻസ്, ഇതെനിക്ക് ഇൻഡ്യൂഷണലി ഒരു പാസ്റ്റ് ലൈഫ് കാർഡ്സ് വന്നിട്ട് ഞാനത് തിരിച്ചു വെച്ചു ഈ ഒരു കാർഡിനെ. പക്ഷേ ഇത് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിരിക്കാം നിങ്ങൾ ഈ ഒരു വ്യക്തിയും തമ്മിൽ. അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻ വേണ്ടാന്ന് പറയാൻ പറ്റുന്നുള്ളത്, വേണ്ടാന്ന് വെച്ചിരിക്കാൻ പറ്റത്തില്ലാത്തുള്ളത്. ഈ ഒരു വ്യക്തിക്കും സെയിം എന്താണോ നിങ്ങൾ ഈ ഒരു വ്യക്തിയെക്കുറിച്ച് ഫീൽ ചെയ്യുന്നത്, ഈ ഒരു വ്യക്തി തന്നെയാണ് നിങ്ങളെക്കുറിച്ച് ഫീൽ ചെയ്യുന്നത്. ഈ ഒരു വ്യക്തിക്ക് ഇപ്പം നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ അതിനൊരു മെയിൻ റീസൺ, നിങ്ങളുടെ ചോദ്യത്തിന് ഈ ഒരു വ്യക്തിക്ക് മറുപടി പറയാൻ ഈ ഒരു വ്യക്തിയുടെ എന്ത് മറുപടി പറയണം എന്ന് ഈ ഒരു വ്യക്തിക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഇനിയിപ്പോൾ ഈ ഒരു വ്യക്തിയെ പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യാൻ നിൽക്കേണ്ട, അവർ തന്നെ ഇങ്ങോട്ട് കോൺടാക്റ്റ് ചെയ്തോളും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് സ്കാർഡ്. നമ്മൾ ഓൾറെഡി ഇത് നമ്മുടെ പേജ് ഓഫ് ഹാൻഡ്സിൻ്റെ കാർഡ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. കാർമിക് സൈക്കിൾ ആയിരിക്കാം ഒരു പക്ഷേ നിങ്ങളും ഈ ഒരു വ്യക്തിയും തമ്മിൽ
വന്നിട്ടുള്ളത്. അത് അല്ലെങ്കിൽ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസ് ആയിരിക്കാം, നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതിൻ്റെ പ്രശ്നം. ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിലുള്ള ഒരു മെയിൻ പ്രശ്നം എന്താണ്? കമ്മ്യൂണിക്കേഷൻ ഇല്ലെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി എന്തെങ്കിലുമൊക്കെ ഓവർ തിങ്ക് ചെയ്ത് അതിനെക്കുറിച്ച് അതൊരു ഫൈനൽ ഡിസിഷൻ ആയിട്ട് എടുത്തിട്ട് മൂവ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതാണ് ഇവിടെ ഒരു പക്ഷേ അതായിരിക്കും ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇവിടെ ഡിവൈൻ ടൈമിംഗ് ആണ് വന്നിട്ടുള്ളത്. ഡിവൈൻ ടൈമിങ്ങിൽ ഇവിടെ നിങ്ങൾ ഈ ഒരു വ്യക്തിയായിട്ടുള്ള മാരേജ് പോസിബിൾ ആവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. നിങ്ങൾ മാരീഡ് അല്ല, നിങ്ങൾ സിംഗിൾസ് ആണെന്നുണ്ടെങ്കിൽ എല്ലാത്തിനും ഒരു ടൈമിംഗ് ഉണ്ട്. സോ ആ ഒരു ടൈമിൽ ഇവിടെ നിങ്ങളുമായിട്ടുള്ളൊരു മാരേജ് പോസിബിൾ ആവുന്നുണ്ടാവും ഈ ഒരു വ്യക്തി. കിളിമാനൂർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലം നമുക്കിവിടെ ഗൈഡൻസിൽ കിട്ടിയിട്ടുണ്ട്. സോ അപ്പം ഇത്രയായിരുന്നു നമ്മുടെ ഇന്നത്തെ ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ ഒത്തിരി യൂസ്ഫുൾ ആണെന്നാണ് എൻ്റെ വിശ്വാസം. യൂസ്ഫുൾ ആയി എന്നുള്ളതാണ് വിശ്വാസം. യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ 999 ക്ലെയിം ചെയ്യുക. യെസ്, താങ്ക് യു. പിന്നെ അതുപോലെ തന്നെ ആർക്കെങ്കിലും എൻ്റെ അടുത്തുനിന്ന് പേഴ്സണലൈസ്ഡ് റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് DM ചെയ്യുക. താങ്ക് യു സോ മച്ച്.